ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുമ്പോൾ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ രേവതി തിരിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ചന്ദ്ര പറയാണ്, ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ചന്ദ്ര ഇറങ്ങിപ്പോവാണ്. അത് നമ്മുടെ സച്ചിക്ക് രേവതിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവർ രവിയോട് പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി നവീൻ ദാസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആൻ്റണിയുമായിട്ട് ചേർന്ന് ഈ പണി ഒപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ആൻ്റണിയാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതെന്നും ശരത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും സച്ചിയോടുള്ള പകരം വീട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ചെയ്തതാണെന്നും ഒക്കെ ഉള്ള കാര്യം. പിന്നെ വേറൊരു ടെസ്റ്റ് കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് നല്ല 8ൻ്റെ പണി ആൻ്റണിയും നവീൻ ദാസും കൂടെ ചേർന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്രോദയത്തിൽ നിന്ന് ഇറങ്ങി പോവാണ് ഭാമയുടെ വീട്ടിലേക്ക് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, ദേ ഈ രേവതി ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, അങ്ങനെ നീ വാശി പിടിക്കരുത് ചന്ദ്രേ. രേവതി എന്ത് തെറ്റാ ചെയ്തത്? രേവതിയുടെ അനിയൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടായതിപ്പം? നിനക്ക് ആ പണം തിരികെ കിട്ടിയില്ലേ? പിന്നെ ഇപ്പം ഇത് ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ചന്ദ്ര ഒട്ടും അടങ്ങുന്നില്ല. ചന്ദ്ര പറയാ, ഇല്ല, ഇതെനിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അവൻ പേരും കള്ളനാണ്. അവൻ നേരത്തെ ബൈക്ക് മോഷ്ടിച്ചു, അതിനുശേഷം എൻ്റെ പണം മോഷ്ടിച്ചു. ഇവളും കൂടെ കൂടിയല്ലേ ഇത് ചെയ്യിച്ചത്. ഏതായാലും നല്ല കുടുംബക്കാർ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബഹളം വയ്ക്കുക. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ കേസ് കൊടുക്കരുത് അമ്മേ. ശരത്തിനെ ഓർത്ത് അമ്മ കേസ് കൊടുക്കരുത്. അവനൊരു കൊച്ചു പയ്യനല്ലേ, അവൻ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, അവൻ്റെ പഠിത്തത്തെ അത് ബാധിക്കില്ലേ, അവൻ്റെ ഭാവിയെ അത് ബാധിക്കില്ലേ അമ്മ. അതുകൊണ്ട് ദേവി അത് കേസ് കൊടുക്കരുതെന്ന് പറയാം. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അയ്യടി, അങ്ങനെ ഞാൻ കേസ് കൊടുക്കാതിരിക്കാം. നിൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഞാൻ കേസ് കൊടുക്കും. നിൻ്റെ അനിയനെ മാത്രമല്ല, നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും എല്ലാവരെയും പിടിപ്പിക്കും. എല്ലാം കള്ളക്കൂട്ടങ്ങളാ. എൻ്റെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നവൻ അവൻ ആള് കൊള്ളാമല്ലോ. നീയുടെ കൂടിയല്ലേടി അതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. രവിയും പറയുന്നുണ്ട്, ചന്ദ്ര നീ കേസൊന്നും കൊടുക്കണ്ട, ഇത്രയധികം പ്രശ്നം ഉണ്ടായി, നീ അതിന് ശരത്തിനെ തല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പം നീ കേസിനൊന്നും പോകണ്ട, എന്തിനാ വെറുതെ അവരെ നാണം കെടുത്തുന്നേ. അപ്പം ചന്ദ്ര പറയാ, നാണക്കേട് എനിക്കില്ലേ? ഈ വീഡിയോ വൈറലായി ലോകം മുഴുവൻ എല്ലാവരും കണ്ടില്ലേ, അതെനിക്ക് നാണക്കേടല്ലേ? എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്നുള്ളവർ തന്നെ എൻ്റെ പണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ചിലല്ലേ? ഇതുപോലെ ഗതികെട്ട കൂട്ടങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ മനുഷ്യ എന്നൊക്കെ രവിയോടും ചോദിക്കുക. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഇവളെ ഇവിടെ നിർത്താനാ ഭാവമെങ്കിൽ ഞാനിവിടെ നിൽക്കുകയില്ല, ഞാൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ബാഗൊക്കെ തൂക്കി പിടിച്ച് ചന്ദ്ര അങ്ങ് പോവുകയാണ് ഭാമയുടെ വീട്ടിലേക്ക്. ഇതൊക്കെ കാണുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ശ്രുതി വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നു. ഒരു വെടിക്ക് 2 പക്ഷി. സച്ചിക്കിട്ട് പണി കൊടുക്കാനും അതുപോലെ തന്നെ ശരത്തിനെ ആൻ്റണിയുമായിട്ട് ചേർക്കാനും വേണ്ടിയിട്ടാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്തതെങ്കിലും അത് ശരിക്കും രേവതിക്കും നല്ല പണി കിട്ടുകയും ചന്ദ്ര പിണങ്ങി ഇറങ്ങി പോവുകയും ചന്ദ്രോദയത്തിന് ഒരു വലിയ വിഷയം ഉണ്ടാവുകയൊക്കെ ചെയ്തല്ലോ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ നമ്മുടെ ശ്രുതി ആലോചിക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെ ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മഹിമയുണ്ടല്ലോ, വർഷയുടെ അമ്മ മഹിമ വരികയാണ് ചന്ദ്രോദയത്തിലേക്ക്. ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ മഹിമ. അങ്ങനെ മഹിമ വന്ന് കയറി കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പം മഹിമ ചോദിക്കുക, എന്താ ഒരു വിഷമം എല്ലാവർക്കും? ചന്ദ്ര എവിടെ? ഞാൻ ചന്ദ്രയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയണം. അപ്പോൾ രവി പറയുന്നുണ്ട്, അത് ചന്ദ്ര ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാണ് കേട്ടോ. അയ്യോ, ചന്ദ്ര ഇവിടെ ഇല്ലേ? ചന്ദ്രയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നതെന്ന് പറയുക. അപ്പോൾ ചന്ദ്ര ഇനി എപ്പോൾ തിരിച്ചു വരും, എവിടെ പോയി എന്നൊക്കെ പറയുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്ര ഭാമയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയെന്ന് പറയാം. അല്ല, എപ്പോഴാണ് ഇനി ചന്ദ്ര തിരിച്ചു വരിക എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹിമ. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് മഹിമ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയാം, എൻ്റെ ആൻറ്റി എവിടെ പോയതാണെന്ന് ആർക്കറിയാം? ഭാമാൻറ്റിയുടെ അടുത്തേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. ആൻറ്റി എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ആൻറ്റിക്ക് പോലും അറിയില്ല. പിന്നെയാണോ ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ ഇവിടെ ആർക്കാ ഇതൊക്കെ അറിയാൻ പറ്റുക? അപ്പോൾ ഉടനെ തന്നെ മഹിമ ചോദിക്കുക, അതെന്താ അങ്ങനെ? ചന്ദ്ര എന്താ പിണങ്ങിപ്പോയതാണോ ഇവിടുന്ന് എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുക, അതെ, പിണങ്ങിപ്പോയതാ. അതിനുള്ള കാരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആൻറ്റി ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക.
അപ്പോൾ മഹിമ പറയാ, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ആ വീഡിയോ ഞാനും കണ്ടു. എന്തൊരു നാണക്കേടാ ഭാമ, അതിൻ്റെ പേരിൽ ഇവിടുന്ന് പിണങ്ങിയും കൂടെ പോയോ? ഹോ, എന്തൊരു നാണക്കേടാ. എൻ്റെ മകളെ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്ന വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തുമാത്രം ഒരു മാനക്കേടാന്ന് ഓർക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വല്ലാതെ അങ്ങ് പറയാണ് കേട്ടോ മഹിമ. അപ്പോൾ ശ്രുതി അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ശരിയാ, ദേ ഈ രേവതിയുടെ ആങ്ങളെയാ അത് ചെയ്തത്. നാണക്കേട് ചില്ലറയാണോ? ആൻറ്റി അത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. രേവതി ഇവിടെ ഉള്ളിടത്തോളം കാലം ആൻറ്റി ഈ വീട്ടിൽ നിൽക്കില്ല എന്നാ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ മഹിമ പറയാം, ശരിയാ, ഇത് വല്ലാത്തൊരു നാണക്കേട് ആയിപ്പോയി. പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നതേ, നിങ്ങളുടെ മോളെ വിവാഹം കഴിച്ച വീട്ടിലല്ലേ ഈ സംഭവമൊക്കെ നടന്നത് എന്നാ. എന്തൊരു നാണക്കേടാ ഇത്. അതിൻ്റെ പേരിൽ ഭാമ ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിയും കൂടെ പോയെന്ന് പറയുമ്പോഴേക്കും അത് അതിലും കൂടുതൽ നാണക്കേട് എന്ന് പറയുകയാണ് കേട്ടോ മഹിമ. അപ്പോഴേക്കും ഉടനെ അവിടെ നിന്ന് പറയുമ്പോൾ രേവതിയെ നേരെ നോക്കിക്കൊണ്ട് മഹിമ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിയെപ്പോലെ ഒരുത്തിയെ ഈ വീട്ടിലോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരേണ്ടതാണോ ഈ ബന്ധം? നിങ്ങൾക്ക് ചേരുന്നതാണെന്ന് തോന്നുന്നുണ്ടോ രവി എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ചേരുന്ന ഒരു ബന്ധമൊന്നുമല്ല രേവതിയുടെ. അതിൻ്റെ ഇപ്പം തെളിഞ്ഞല്ലോ. ഏതായാലും ഇങ്ങനൊരു കുടുംബക്കാരായി പോയല്ലോ സച്ചിയുടെ വിവാഹബന്ധം നടന്നത് എന്നൊക്കെ മഹിമ പറയുമ്പം സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സച്ചി അങ്ങോട്ട് എണീറ്റ് വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾക്ക് എന്താ ഇത്ര നാണക്കേടായെന്ന് പറയുന്നത്? അല്ല, കുറച്ച് നേരമായല്ലോ ഇവിടെ നിന്ന് നാണക്കേടായി എന്ന് പറയുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര നാണക്കേട്? രേവതിയുടെ ആങ്ങള അമ്മയുടെ പണം മോഷ്ടിച്ചു, അത് വീഡിയോ എല്ലാവരും കണ്ടു, അതിൽ നിങ്ങൾക്ക് എന്താ നാണക്കേട്? അപ്പോൾ ഉടനെ മഹിമ പറയാം, പിന്നെ എനിക്ക് നാണക്കേടില്ലാതിരിക്കുമോ? എല്ലാവരും ഇത് ചോദിക്കില്ലേ? വർഷം ഇങ്ങോട്ടല്ലേ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിലും സച്ചിക്കും രേവതിക്ക് നാണം ഉണ്ടോ? എങ്കിലല്ലേ നാണക്കേട് തോന്നുള്ളൂ. അപ്പം സച്ചി പറയാം, ദേ പറഞ്ഞ് ഇങ്ങോട്ട് കയറി കളിച്ചോണ്ട് വരല്ലേ. അല്ല, നിങ്ങളെ ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? നാണക്കേടും പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പിന്നെ വന്ന് കയറിയിരിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ മഹിമ പറയും, ഓ, ഞാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പം നിനക്ക് പ്രശ്നം. അല്ലേ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, എല്ലാം നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ ഇവിടെ ആകെ മൊത്തം എല്ലാവരും തല പെരുത്തിരിക്കുക. അതിൻ്റെ കൂടെ ഇവിടെ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അല്ല, നിങ്ങൾക്ക് എന്ത് നാണക്കേടുണ്ടായെന്ന് പറഞ്ഞേ? നിങ്ങളെ മകളെ വിവാഹം കഴിച്ച് വിട്ടടുത്തെ ചേട്ടൻ്റെ ഭാര്യയുടെ അനിയൻ പണം മോഷ്ടിച്ചത്, അത് നിങ്ങൾക്ക് ഇത്ര നാണക്കേടുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളാരും പണം മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇവിടെ വന്ന് രേവതിയെ വിഷമിപ്പിക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾക്കൊന്ന് പോയി തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹിമ പറയാ രവിയോട്, ദേ എൻ്റെ പൊന്നു രവി, ഞാനിവിടെ വന്ന് ഒരു കുശലാന്വേഷണം നടത്താമെന്ന് വെച്ച് വന്നതാ. ചന്ദ്രയൊന്ന് വന്ന് കണ്ട് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കാമെന്ന് വെച്ച്. അപ്പോഴാ ചന്ദ്രയും പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞത്. അപ്പോൾ ദേ ഇത്രയൊന്ന് പറഞ്ഞതിനാ സച്ചി എൻ്റെ തലയിൽ കയറുന്നത്. അല്ലെങ്കിൽ ഇവന് നേരത്തെ തൊട്ട് എന്നെ കാണുമ്പോൾ എൻ്റെ തലയിലേക്ക് കയറിക്കൊണ്ട് വരും. ഏതായാലും ഞാൻ ഇവിടുന്ന് പോവുക. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് പോകുന്ന തന്നെയായിരിക്കുമല്ലോ നല്ലതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കുമാണ് വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോഴേക്കും ഉടനെ തന്നെ മഹിമ പറയാം, ശ്രീകാന്തെ മോനെ, നമുക്ക് പോകാം ഇവിടുന്ന്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കുന്ന മാനക്കേടാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അതെന്താ, എന്തിനാ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നേ എന്ന് പറയാം. അല്ല വർഷേ, വാ, നീയും ശ്രീകാന്തും ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിൽക്ക്. വെറുതെ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ഇത്രയധികം പ്രശ്നമാണ്. ആകെ മൊത്തം നാണക്കേടും കേസും പോലീസും കൂട്ടവും അന്വേഷണവും. ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ നിന്ന് നാറണ്ട. അതിലും നല്ല നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, അതെന്ത് വർത്തമാനം പറയുന്നത്? ഞാൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അപ്പോൾ ഇവിടുന്ന് ഓടിപ്പോവാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ, ഇവിടെ നിന്ന് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ നമ്മളും കൂടെ നിൽക്കുകയല്ലേ. അല്ലാതെ ഇവിടെ സച്ചിയേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഞാനത് ഇട്ടിട്ട് സച്ചിയേട്ടനെ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഓടുവാണോ ചെയ്യേണ്ടത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ മഹിമയോട് ചോദിക്കുക. അപ്പോൾ മഹിമയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. മഹിമ വർഷയോടും ചോദിക്കുക, പക്ഷേ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷം അറിയാം, ഞാനൊന്നും വരുന്നില്ല. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ മഹിമ പറയാം, ആ ശരി, ഏതായാലും ഞാനിവിടെ വന്നു നാണം കേട്ടു, ഞാനങ്ങ് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ മഹിമ. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, കണ്ടോ അവർ പറഞ്ഞു കേട്ടില്ലേ അവർക്ക് നാണക്കേടായെന്ന്. ഇവരെ ഇപ്പം ഈ സാച്ചി മോശമായിട്ട് സംസാരിച്ചുകൊണ്ടല്ലേ അവരിവിടെ പിണങ്ങി ഇറങ്ങിപ്പോയത് എന്ന് പറയാം. അപ്പോൾ ഉടനെ രവി പറയാം, അതെ, എങ്ങനെയുണ്ട് ശ്രുതി, നീ എന്താ അവരോട് പറഞ്ഞത്? നീ പറഞ്ഞതെല്ലാം നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഈ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടിയുള്ള സംസാരമല്ലേ മഹിമയോട് സംസാരിച്ചത്?
എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയാം, ഞാനെന്താ പറഞ്ഞത്, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയാം. ചന്ദ്രയാണെങ്കിൽ ആ സമയത്ത് കൊണ്ടുപോയി കേസൊക്കെ കൊടുക്കുക. പോലീസ് വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പം ചന്ദ്ര കേസ് കൊടുക്കുകയാണ് ശരത്തിനും ഒക്കെ എതിരെ. ശരത്താണെങ്കിൽ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ശരത്തിന് അകപ്പാടെ നാണക്കേടായിട്ടിരിക്കുക. അങ്ങനെ ശരത്തിനെയും അതുപോലെ തന്നെ രേവതിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് പോലീസ് അന്വേഷിക്കുകയും രേവതിയുടെ അമ്മ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ചന്ദ്ര കേസെല്ലാം കൊടുത്ത് ആകെ മൊത്തം പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതിയുടെ ഫ്രണ്ട് മീര പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുക. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുക, എന്താടി എന്തിനാ കാണുന്നത്? അല്ല നമുക്ക് ആ ആൻ്റണിയെ പോയി ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുക, അതെന്തിനാ ഇനി ഞാൻ ആൻ്റണിയെ പോയി കാണേണ്ടത്? അയാളോട് നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വന്ന് ഇന്നോ പെരുമാറാൻ പറഞ്ഞു. അയാൾ നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു. നമ്മൾ ആ വീഡിയോ ആൻ്റണിക്ക് കൊടുക്കുകയും ചെയ്തു. ആൻ്റണി അത് വൈറലാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തിനാ പോയി കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ മീര പറയുക, അതല്ല, ആ വീഡിയോ തിരിച്ചു തരാൻ പറയണം. അതുമല്ല, ആ നവീൻ ദാസിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ആൻ്റണി അവനെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പം അവനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതും നമ്മുടെ തലയിലാവും. ഇത്രയധികം പ്രശ്നം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻ്റണി ആ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നമാണ് ശ്രുതി നിൻ്റെ വീട്ടിലുണ്ടായത്? സച്ചിക്കും രേവതിക്കും ഒക്കെ ആകെ മൊത്തം ബുദ്ധിമുട്ടായല്ലോ. അപ്പോൾ ശ്രുതി പറയാം, എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ ആൻ്റണിയെ പോയി കാണുന്നേ? അപ്പോൾ ഉടനെ തന്നെ മീര പറയാം, അല്ല നീ വാ, ആൻ്റണിയെ പോയി കാണ്, ആ നവീൻ ദാസിൻ്റെ അവസ്ഥ അറിയണ്ടേ, ഇല്ലെങ്കിൽ അതും കൂടി നമ്മുടെ തലയിലിരിക്കില്ലേ എന്ന് പറയാം. അങ്ങനെ മീരയും ശ്രുതിയും കൂടി ആൻ്റണിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ആൻ്റണിയെ കാണാൻ ചെല്ലുമ്പോഴേക്കും നവീൻ ദാസ് ഇങ്ങനെ കിടപ്പാണ് കേട്ടോ. നവീൻ ദാസിനെ ഇടിച്ച് ശരിയാക്കിയൊക്കെ കിടത്തിയിരിക്കുന്ന രീതിയിൽ കിടത്തിയിരിക്കുക. അപ്പോഴേക്കും ഉടനെ അങ്ങോട്ട് ചെല്ലുകയാണ് ശ്രുതി മീരയും കൂടെ. അപ്പം ആൻ്റണി ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങൾ രണ്ടുപേരും വന്നു അല്ല, എന്താ ഇപ്പം രണ്ടുപേരും വന്നത്? നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്താ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അല്ല ഒന്നുമില്ല, ആ വീഡിയോ വൈറലായത് ഏതായാലും നന്നായി, ഞങ്ങളുടെ വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയുകയാണെ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ആ സച്ചിക്കല്ലേ അവൻ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പറയാം. അപ്പോൾ മീര ഉടനെ പറയുക, ആ വീഡിയോ ഇനിയിപ്പം അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട. പോലീസും കേസും അന്വേഷണവും ഒക്കെ നടക്കുക. പോലീസൊക്കെ അന്വേഷിച്ച് വന്നാലേ നിങ്ങളെ അങ്ങ് പിടിക്കും. എങ്ങനെയെങ്കിലും അവർ തപ്പിത്തേടി വന്നു കഴിഞ്ഞാൽ ആൻ്റണിയെ പിടിക്കും. അത് കഴിയുമ്പം ഇവളെ പിടിക്കും. എന്നെ ഇതിൻ്റെ ഇടയിലൊന്നും വലിച്ചിടല് എന്ന് പറയാം മീര. അപ്പോൾ ആൻ്റണി പറയാം, ഓ ഒരു പോലീസും അന്വേഷണമൊന്നും ഇങ്ങോട്ടൊന്നും വരികയില്ലെന്നേ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയാം. അപ്പം ശ്രുതി ചോദിക്കുക, എവിടെയാണ് നവീൻ ദാസ്? അയാളെ നിങ്ങൾ എന്ത് ചെയ്തു? അയാളെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു ദിവസം കസ്റ്റഡി വെക്കണം എന്നല്ലേ പറഞ്ഞത്? ഇപ്പം ഇത്രയായി, ഇനിയിപ്പം അയാൾ എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയുക, അയാൾ എവിടെയാണെങ്കിലും ശ്രുതിക്ക് എന്താ കാര്യം? നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അവനെ പിടിച്ചുകൊണ്ട് വന്നു, റൂമിലിട്ടു, 3-4 ഇടിയൊക്കെ കൊടുത്തു, ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ, അയാളെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ഇനി ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, അത് വല്ലാത്തൊരു പ്രശ്നമാവുകയല്ലേ, അതുകൊണ്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറയുകയാണേ. അപ്പോൾ ആൻ്റണി പറയാം, അവനെ ഇനി എങ്ങനെ പറഞ്ഞു വിടാനാ? അവനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല, നോക്കിക്കേ അവൻ കിടക്കുന്നത് എന്ന് പറയാം. അപ്പം മീരയും ശ്രുതിയും കൂടെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ നവീൻ ദാസ് ഇങ്ങനെ കിടക്കുക, ആകെപ്പാടെ തല്ലിക്കൂട്ടി അവശനാക്കിയ മാതിരി ഇങ്ങനെ കിടക്കുക, എണീക്കാനും മേല, ഒന്നും വയ്യാത്ത പോലെ. അത് കണ്ടു കഴിയുമ്പോൾ ശ്രുതി പറയാം, അയ്യോ ഇവനെ ഒന്ന് പിടിച്ചുകൊണ്ട് വന്ന് കസ്റ്റഡിയിലിട്ട് 2 എണ്ണം കൊടുക്കണം എന്നല്ലേ പറഞ്ഞോളൂ, എന്നിട്ടിപ്പം ഇതെന്താ, ചത്തുപോലോ അവൻ, ആകെപ്പാടെ അവശതയിലാണല്ലോ കിടക്കുന്നത്, അയാളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് ആൻ്റണി എന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇല്ല അയാളെ പറഞ്ഞു വിടുവൊന്നുമില്ല, ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അപ്പം മീരയും പറയാം, അയ്യോ ആൻ്റണി അയാളെ പറഞ്ഞു വിടില്ലെങ്കിൽ അയാളെ ഇവിടെ കിടന്ന് ചത്തുപോകും, പിന്നെ അത് ഞങ്ങളുടെ തലയിലാവുമെന്ന് പറയാം. അപ്പോൾ ഉടനെ ആൻ്റണി പറയാം, ഈ രൂപത്തിൽ എങ്ങനെ അയാളെ പറഞ്ഞു വിടാനാ? ഇയാളെ ഇനി കൊണ്ടുപോയി വല്ല ആശുപത്രിയിലും അഡ്മിറ്റ് ആക്കണം, അല്ലാതെ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല, എണീറ്റ് നടക്കാൻ പോലും വയ്യ. ആരാ ഇവനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കാനിരിക്കുന്നത്? ഇവനെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കണമെങ്കിൽ അതിന് പൈസ വേണ്ടേ? എവിടെ ഇരിക്കുന്നു? എൻ്റെ ഈ പൈസയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ കിടക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, നിങ്ങളുടെ ഈ പൈസ ഇല്ലേ? അതെങ്ങനെയാ? എൻ്റെ ഈ പൈസ ഇല്ല, ഇവനെ ഒന്നും ആശുപത്രി കൊണ്ടുപോകാൻ എൻ്റെ ഈ പൈസ ഇല്ലെന്ന് പറയാം.
അപ്പോൾ ഉടനെ തന്നെ ആൻ്റണി പറയുക, അല്ല ശ്രുതി, നീ കുറച്ച് പൈസ കൊണ്ടുത്താ, നീ ഒരു 2 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിലേ ഇവനെ ആശുപത്രി കൊണ്ടുപോയി ആക്കിയേക്കാം, നീ പറയുന്ന പോലെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക, പിന്നെ എൻ്റെ ഈ പൈസയൊന്നുമില്ല. അല്ല, നിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളല്ലേ, അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തായാലും പൈസ കാണുമല്ലോ, അപ്പോൾ അയാളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമല്ലോ എന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയാം, പിന്നെ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ ഒരു പണവും ഇല്ല, പിന്നെ നിങ്ങളുടെ ആവശ്യമല്ലേ ഇത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് തല്ലി ചതച്ച് ഈ പരുവത്തിലാക്കിയത്. ഇനി ഇവിടെ കിടന്ന് ചത്തുപോയാലും അത് നിങ്ങളുടെ തലയിൽ ഇരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൊണ്ട് തരാൻ പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, ഞാൻ ഇനിയിപ്പോൾ 2 ലക്ഷം രൂപയും നിങ്ങൾക്ക് കൊണ്ട് തരണോ? ആ, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നവീൻ ദാസ് അവിടെ കിടന്ന് ചത്തങ്ങ് പോവും എന്ന് പറയാം. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ പേടിച്ച് മീരയെ നോക്കുക. എന്നിട്ട് മീരയോട് പറയാം, എന്താ ചെയ്യുന്ന മീരെ, ഇനിയിപ്പോൾ ഈ പണം കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ എങ്ങാനും കിടന്ന് മരിച്ചു പോയാൽ അതും നമ്മുടെ തലയിലാവും, അന്വേഷണവും കേസും ഒക്കെ വരും, അതെല്ലാം കൊണ്ട് പിടിക്കപ്പെടും. അപ്പം മീര പറയാം, പിന്നെ ഇപ്പം നീ എന്ത് ചെയ്യാനാ, നീ ഇനി 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിക്കുക ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയുക, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ, ഓരോരോ പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൻ്റെ എല്ലാം പുറകെ പോകണം, ഒഴുക്ക് എങ്ങോട്ടാണോ അതിൻ്റെ പുറകെയൊക്കെ നമ്മൾ ഒഴുകേണ്ടി വരും, അതാ ഇപ്പം എനിക്ക് സംഭവിക്കുന്നത്. അപ്പം മീര ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്കറിയാമല്ലേ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങളാ, ആ ഒരു പ്രശ്നം തീർക്കാൻ വേറൊരു പ്രശ്നം എടുത്ത് തലയെ വയ്ക്കും, പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ ഒഴുകും, അത് തന്നെയല്ലേ എൻ്റെ ജീവിതം. ഇനിയിപ്പോൾ ഇയാൾക്ക് കൊണ്ടുപോയി 2 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിയെ പറ്റിച്ചിട്ട് 2 ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് വേണം കേട്ടോ ഇനി ആൻ്റണിക്ക് കൊണ്ട് കൊടുക്കാൻ, നവീൻ ദാസിനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ആകെ വിഷമിച്ച് ശ്രുതി മീരയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നോക്കുമ്പോൾ നവീൻ ദാസ് എണീറ്റ് വരികയാണ്. നവീൻ ദാസ് എണീറ്റ് വന്ന് ആൻ്റണിയുമായിട്ട് സംസാരിക്കാം. എന്നിട്ട് പറയുന്നുണ്ട്, ആൻ്റണി സംഗതിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എങ്ങ് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. നവീൻ ദാസിന് ഒരു അസുഖവും ഇല്ല, അടിയും കൊടുത്തിട്ടില്ല, ഇടിയും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല കേട്ടോ, ഒരു പരിപാടി നടക്കാത്ത പോലെ എണീറ്റ് വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ആൻ്റണി പറയാ, നീ ഇപ്പം അങ്ങനെ പോയാലെങ്ങനെയാ, ഇവിടെ ഞാൻ കിടക്ക് എന്ന് പറയുമ്പോൾ നവീൻ ദാസ് പറയണേ, അതല്ല, ഇപ്പോഴത്തെ അവൾ വന്നു, അവളോട് നിങ്ങൾ 2 ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്തല്ലോ, ഇനിയിപ്പം ഞാനങ്ങ് പോയേക്കാന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയാം, അങ്ങനെ നീ പോയാലോ, നീ പോണോ വേണ്ടിയൊന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം, അവളെ 2 ലക്ഷം രൂപ കൊണ്ടുവരട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുവാണെങ്കിലോ, അവൾ ഇത്രയൊക്കെ പണിയൊപ്പിച്ചതല്ലേ സ്വന്തം കുടുംബത്തിലുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അവൾ പോയിട്ട് 2 ലക്ഷം രൂപ കൊണ്ടുവരട്ടേന്നേ, അപ്പോൾ നീ ഇവിടെ വയ്യാതെ കിടക്കുവാന്ന് കാണിക്കണം, അതിനുശേഷം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കാം, പിന്നെയും നിൻ്റെ പേരിൽ പണം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതും അങ്ങ് വാങ്ങിച്ചെടുക്കാം, അവളെ നമുക്ക് മുതലാക്കാവുന്ന എത്രയും മുതലാക്കണം, അവൾ അത്രയ്ക്കൊരു പേരും കള്ളിയല്ലേ, ഞാൻ അവളെ സഹായിച്ചത് വെറുതെയാണെന്ന് നീ ഓർത്തോന്ന് ചോദിക്കുക. അപ്പം നവീൻ ദാസ് പറയുന്നുണ്ട്, ശരിയാണ്ടടി, കൊള്ളാം, അവൾക്കൊരു 8ൻ്റെ പണി തന്നെ കൊടുക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞ് 2 പേരും കൂടെ കൈയൊക്കെ കൊടുത്ത് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആൻ്റണിയും നവീൻ ദാസും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിക്കിട്ട് നല്ല 8ൻ്റെ പണി തന്നെ കൊടുക്കാനായിട്ടാണ് കേട്ടോ ആൻ്റണിയും കൂടെ നിന്നിട്ട് ആൻ്റണി ചതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ശ്രുതിയെ. അങ്ങനെ ശ്രുതിക്ക് നല്ലൊരു പണി കിട്ടി, ശ്രുതി ഇനി പണമൊക്കെ ഒപ്പിക്കാനായിട്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ സച്ചി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ, എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്നും ആരാണ് ഈ ഫോൺ മോഷ്ടിച്ചതെന്നും തൻ്റെ ഫോൺ മോഷ്ടിച്ച് ആ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തത് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ച് സച്ചി ഇങ്ങനെ നടക്കുക. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രേവതി ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, ആ ഫോൺ അതാരായിരിക്കും എടുത്തതെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ, സച്ചി ഏട്ടൻ്റെ ഫോൺ മോഷ്ടിച്ച ആരാണോ അവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്, ആരോ ഇത് അവസരം മുതലെടുത്താണെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും കണ്ടെത്തുന്നുണ്ട് കേട്ടോ ഈ ഫോൺ മോഷ്ടിച്ചിരിക്കുന്നത് ശ്രുതിയാണെന്നുള്ള കാര്യം. പിന്നെ പറയണ്ടല്ലോ, ശ്രുതിയെ പിടിച്ചിട്ട് കോട്ടയാണ്. ശ്രുതി അന്നേരം സമ്മതിക്കുകയാണ് കേട്ടോ, നമ്മുടെ ആൻ്റണിക്കാണ് കേട്ടോ ഈ ഫോൺ കൊണ്ട് കൊടുത്തതെന്നും ആൻ്റണിയാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതെന്നുള്ള കാര്യം. സച്ചി ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്ന് ആൻ്റണിയായിട്ട് കുടയുക, എന്നിട്ട് ചോദിക്കുക, നീയല്ലേ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അതെ, പക്ഷേ എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തതേ ശ്രുതിയാണ്, ശ്രുതി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, ഈ നവീൻ ദാസിനെ ഇവനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അവൾ അത് ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുക. അപ്പോൾ നവീൻ ദാസും ഉള്ള സത്യങ്ങൾ മുഴുവൻ നമ്മുടെ സച്ചിയോടും രേവതിയോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുമേ. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്